പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നേ ദിവസം നാം ഒന്ന് ചിന്തിക്കുക. എല്ലാവർക്കും ഈ വചന ചിന്തയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് ഈ വചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വചനങ്ങൾ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. നാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏറ്റവും ആദ്യ വചനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം തുടർച്ചയായിട്ട് കണ്ടതാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇപ്രകാരം 1:1 ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വചനം ഇപ്രകാരം പറയുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ പറഞ്ഞ് സൃഷ്ടികർമ്മത്തെക്കുറിച്ച്, സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞ്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് ഏറ്റവും അവസാനം ഈ വചനഭാഗം എവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും എന്ന് ചോദിച്ചാൽ 2-ാം അധ്യായം 4-ാം വചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിനെക്കുറിച്ച് നാം കണ്ടപ്പോൾ നാം എടുത്ത ഒരു വചനഭാഗമാണ് 2-ാം അധ്യായം 4-ാം വചനം എന്നുള്ളത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ ഉള്ളത് ഒരു പഠനത്തിന് യോഗ്യമാക്കി തീർക്കേണ്ട ഒരു ഒറ്റ വചന ഭാഗമാണ്. ആയതിനാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അതൊന്ന് ശ്രവിക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെയുള്ള വചനഭാഗങ്ങൾ. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ ഒരു വലിയ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ആരംഭിക്കുക. നമ്മുടെ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് ഈ ബന്ധത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്യത്തോടു കൂടെയാണ്. അതായത്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ പിതാവായ ദൈവം, ആ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ബന്ധം തുടങ്ങുന്നത് ഇവിടെയാണ്. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രതീകം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും ആദ്യ ദൗത്യം എന്ന് പറയുക സൃഷ്ടികർത്താവാണ്. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു. അതാണ് ഏറ്റവും ആദ്യം മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം. ദൈവം സൃഷ്ടാവാണ്, ഞാൻ ഒരു സൃഷ്ടിയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ആകട്ടെ ഭൗതിക ജീവിതത്തിൻ്റെ ആകട്ടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുക. ഇപ്രകാരം സൃഷ്ടിയെക്കുറിച്ച് ആരംഭിക്കുമ്പോൾ 1-ാം അധ്യായം 1 മുതലും അതേപോലെ തന്നെ 2-ാം അധ്യായം 4 വരെയും ഒത്തിരിയേറെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിനൊരു 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാവുന്ന, അതാണ് ഏറ്റവും എളുപ്പത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം പഠിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ഈ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യം 1-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 2-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് 3-ാം ദിനവും 6-ാം ദിനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 7-ാം ദിവസം കർത്താവിൻ്റെ വിശ്രമ ദിവസം, സാബത്ത്, പരിശുദ്ധമായ ദിവസം. അപ്പോൾ ഈ 1-ഉം 4-ഉം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, 1-ാം ദിനവും 4-ാം ദിനവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, 1-ാം ദിനത്തിൽ നാം കാണുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. 4-ാം ദിനത്തിലാണ് കർത്താവ് വെളിച്ചം നൽകുന്ന സൃഷ്ടവസ്തുക്കളെ അവിടുന്ന് ഉറപ്പിക്കുക. ഇപ്രകാരം സൂര്യനെയും ചന്ദ്രനെയും ദൈവമായ കർത്താവ് ഭൂമിയിൽ സൃഷ്ടിച്ച് ഉറപ്പിച്ച് നിർത്തുക. ഒരിക്കലും മറ്റുള്ള വെളിച്ചത്തേക്കാൾ ഉപരിയായിട്ട് വചനം കൃത്യമായിട്ട് പറയുന്നു, കാലങ്ങളും ഋതുക്കളും എല്ലാം രേഖപ്പെടുത്താനായിട്ട്, കാലങ്ങൾ മാറി വരുവാനായിട്ട്. അപ്പോൾ 1-ഉം 4-ഉം ദിവസങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു.
രണ്ടാമതായിട്ട് 2ഉം 5ഉം ദിവസങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം രണ്ടാമത്തെ ദിവസമാണ് ദൈവം ആകാശം സൃഷ്ടിക്കുക, 5-ാമത്തെ ദിവസമാണ് ആകാശത്തിലെ പക്ഷികളെ സൃഷ്ടിക്കുക. ഇങ്ങനെയാണ് ഈ ദിവസങ്ങൾ ബന്ധപ്പെട്ടിരിക്കുക. ഇനി 3-ാം ദിനം, 3-ാം ദിനവും 6-ാം ദിനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം 3-ാം ദിനത്തിലാണ് നാം ദൈവം കരയെയും ഭൂമിയെയും സൃഷ്ടിക്കുക. അത് കഴിഞ്ഞ് 6-ാം ദിനത്തിലാണ് എല്ലാ സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിക്കുക. സർവ്വജീവജാലങ്ങൾ അതോടൊപ്പം മനുഷ്യനെയും സൃഷ്ടിക്കുക. ഇപ്രകാരം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 3 ഗ്രൂപ്പുകളായിട്ട് ഈ സൃഷ്ടികർമ്മത്തെ നമുക്കൊറ്റ നോട്ടത്തിൽ പെട്ടെന്ന് പഠിച്ചു പോകാവുന്ന ഒരു കാര്യമാണ്. 1-ാം ദിനം, 5-ാം ദിനം, 4-ാം ദിനം, 2-ാം ദിനം, 5-ാം ദിനം, 3-ാം ദിനം, 6-ാം ദിനം, 7-ാം ദിനം കർത്താവ് വിശ്രമിക്കുന്നു. ഇനി മറ്റൊരു സ്ട്രക്ചർ, ഇതിന് നമുക്ക് നൽകാവുന്ന മറ്റൊരു ഘടന എന്ന് പറയുക, എല്ലാ ദിവസങ്ങളിലും കർത്താവ് 8 പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. 2 ദിനങ്ങൾ മാറി നിൽക്കുന്നു. നാം നേരത്തെ കണ്ടതുപോലെ ജീവജാലങ്ങൾ മനുഷ്യനെ, അതായത് ഭൂമി, കര, സമുദ്രം, അതേപോലെ മനുഷ്യനെ, ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന 3ഉം 6ഉം ദിനങ്ങൾ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പ്, നാം കണ്ട ആ ഗ്രൂപ്പ്, അതിൽ നാം എല്ലായ്പ്പോഴും കർത്താവ് മറ്റുള്ള ദിവസങ്ങളിൽ കാണുന്ന പോലെ 8 പ്രവൃത്തികളെ നാം ഒരിക്കലും കാണുന്നില്ല. മറിച്ച് ആ 2 ദിവസങ്ങളിൽ മാത്രം നാം 2 പ്രവൃത്തികൾ മാത്രമേ, കർത്താവിൻ്റെ സൃഷ്ടികർമ്മം 2 മാത്രമേ നാം കാണുന്നുള്ളൂ. അതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇപ്രകാരം 6 ദിവസങ്ങൾ കർത്താവിൻ്റെ സൃഷ്ടികർമ്മം, 7-ാം ദിവസം എല്ലാം പൂർത്തീകരിച്ച് കർത്താവ് വിശ്രമിക്കുന്നതിന് നമുക്കിപ്രകാരം വളരെ സിമ്പിളായിട്ട് ഗ്രൂപ്പ് തിരിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി വചനത്തിലേക്ക് നാം വീണ്ടും പ്രവേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് നേരത്തെ നാം കണ്ട പോലെ ഒരു ഫ്രെയിമായിട്ട് നിലകൊള്ളുന്നു. നാം എടുക്കുന്ന വചനഭാഗത്തിൻ്റെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ ഇൻക്ലൂസിയോ എന്ന് പറയും. തുടക്കവും അവസാനവും ഒന്നില്ലെങ്കിൽ ഒരേ ആശയം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരേ വാക്കുകൾ വെച്ചുകൊണ്ട് നാം ഈ വചനത്തെ ഒരു ഫ്രെയിമിലാക്കി മാറ്റുന്നു. ആ ഫ്രെയിമാണ് നാം നേരത്തെ കണ്ടതുപോലെ 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏറ്റവും അവസാനം 2:4 പറയുന്നു, ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം എന്ന് പറയുന്നു. അപ്പോൾ ആ വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 2-ാമത്തെ വചനം ഇപ്രകാരമാണ്: ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അപ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികർമ്മത്തിന് മുൻപുള്ള കാര്യങ്ങളാണ് അവിടെ നാം കണ്ടുവെക്കുക. കർത്താവ് ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിക്കുന്നു. അവിടെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ വചനത്തിലൂടെ നാം കാണുക. അതിനുശേഷം നാം കാണുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന്. ഈ ഒരു വചനഭാഗം നമുക്ക് ഇതേപടി കാണുവാനായിട്ട് സാധിക്കുക. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നുള്ള ആ വചനഭാഗം നമുക്ക് അതേപടി കാണുവാൻ സാധിക്കുക ജെറമ്യാ പ്രവാചന പുസ്തകം 4-ാം അധ്യായത്തിൽ 23-ാം വചനത്തിലാണ്. കർത്താവിൻ്റെ ക്രോധം ജനതകളുടെ മേൽ വന്നിട്ട് ആ ജനത ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആയി മാറും എന്നുള്ള ഒരവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ജെറമ്യാ പ്രവാചകൻ ഈ വചനം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 23-ാം വചനത്തിൽ നാം കാണുന്നത്, വായിക്കുകയും ചെയ്യാം. അതിനാൽ ഒന്നുമില്ലാത്ത അവസ്ഥ, അതാണ് ഈ രൂപരഹിതമായത്, ശൂന്യമായത് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും തുടർന്നാൻ പോകുമ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ നാം കാണുന്നു. പിന്നീട് 1-ാം ദിവസം ഇപ്രകാരം കർത്താവിൻ്റെ സൃഷ്ടികർമ്മം ആരംഭിച്ച് നാം മുന്നേറി കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ നാം ഏറ്റവും ആദ്യം ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും ആദ്യം വായിച്ച ആ വചനഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യതയോടെ വചനം ഇപ്രകാരം എഴുതി വെക്കുന്നു. ഏറ്റവും ആദ്യം ദൈവത്തിൻ്റെ ചിന്തയെപ്പറ്റി ഇപ്രകാരം പറയുന്നു. 1-ാം അധ്യായം 18-ാം വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം.
നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ഇപ്രകാരം ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് നമ്മുടെ ഇവിടെ ഒരു പ്ലൂറൽ ഫോം, ഒരു ബഹുവചനം നാം ഇവിടെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലും അതേപോലെ മറ്റ് എല്ലാ തിരുവെഴുത്തുകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ഇപ്രകാരം നമുക്ക് എന്നുള്ള ബഹുവചനം ദൈവമായ കർത്താവ് ഉപയോഗിക്കുന്നത് 4 സ്ഥലങ്ങളിൽ 4 ഇടത്ത് മാത്രമാണ്. ഒന്ന്, ഇവിടെ 1-ാം അധ്യായം 27-ാം വചനത്തിൽ നാം വായിക്കുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്നു. വീണ്ടും 3-ാം അധ്യായം 22-ാം വചനത്തിൽ നമ്മെപ്പോലെ അവർ ആകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വീണ്ടും ദൈവമായ കർത്താവ് ബഹുവചനം ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് സുപരിചിതമായ 11-ാം അധ്യായം ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയും ബഹുവചനം നാം കാണുന്നു. പിന്നീട് യേശയ്യാപ്രവാചകന് ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ യേശയ്യാപ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിൽ ഏറ്റവും അവസാനം കർത്താവ് ചോദിക്കുന്നുണ്ട്, ആരെയാണ് നമ്മൾ അയക്കുക, ആരാണ് നമുക്കായി പോവുക. ഇപ്രകാരം ദൈവമായ കർത്താവിൻ്റെ തിരുവചനത്തിൽ 4 സ്ഥലത്താണ് ഈ ബഹുവചനം ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുക. കാത്തലിക് തിയോളജി അനുസരിച്ച് നമുക്ക് ഈ ബഹുവചനം ത്രിത്വൈക ദൈവത്തിൻ്റെ ബഹുവചനമായിട്ട് എടുക്കാവുന്നതാണ്. കാരണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ട് ഈ സൃഷ്ടികർമ്മത്തിൽ നാം 3-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്. ഇപ്രകാരം ത്രിയേക ദൈവം അല്ലെങ്കിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ബഹുവചനമായിട്ട് ഈ 4 പ്രാവശ്യം സംഭവിക്കുന്നതിന് 1-ാം അധ്യായം 27-ാം വചനത്തിലും 3-ാം അധ്യായം 22-ാം വചനത്തിലും അതേപോലെ തന്നെ 11-ാം അധ്യായം 7-ാം വചനത്തിലും യേശയ്യാപ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിലുള്ള നമുക്ക്, നാം എന്നുള്ള പ്രയോഗം ഇപ്രകാരം ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു ബഹുവചനമായിട്ട് നമുക്കെടുക്കാം. അതോടൊപ്പം തന്നെ സാധാരണ വിശ്വാസത്തിൽ നിന്ന് മാറുന്നവർ അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്നവരൊക്കെ നമ്മളെപ്പോഴും മറ്റൊരു വിധത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇത് ഒരു ബഹുമാന സൂചകമായിട്ട് നമുക്കെടുക്കാം. പക്ഷേ നാം എല്ലായ്പ്പോഴും കരുതുന്നത്, നാം എടുക്കുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ ബഹുവചനമെന്നാണ്. 3 ആളുകളുടെ ഒരു ബഹിസ്ഫുരണമായിട്ട് നമുക്ക് നമ്മുടെ ഛായയിൽ. അപ്പോൾ അടുത്ത ഒരു ചിന്തിക്കാനുള്ള ഒരു വലിയ വചനഭാഗം അതാണ്. നാം വായിച്ച വചനഭാഗം 28 മുതൽ നാം കാണുന്നു ഇങ്ങനെ, ദൈവം തൻ്റെ ഛായയിൽ, 27-ാം വചനത്തിൽ കാണുന്നു, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഈ ദൈവത്തിൻ്റെ ഛായ എന്താണെന്ന് ചോദിച്ചാൽ പല രീതിയിലുള്ള ഉത്തരങ്ങൾ സഭാപിതാക്കന്മാർ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ്റെ കാലം മുതൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ഛായയെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ വളരെ ആഴത്തിൽ നടക്കുന്നുണ്ട്. ഇപ്രകാരം ദൈവത്തിൻ്റെ ഛായ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നത് നമ്മുടെ ശാരീരികവും ആധ്യാത്മികമായ കാര്യങ്ങളിൽ നാം ദൈവത്തോട് സൂക്ഷിക്കുന്ന ബന്ധം. അപ്പോൾ ദൈവത്തോട് സൂക്ഷിക്കുന്ന ശാരീരികവും ആധ്യാത്മികമായ ബന്ധത്തെയാണ് ദൈവത്തിൻ്റെ ഛായ എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. കാരണം പിന്നീട് നാം മുന്നോട്ട് പോകുമ്പോൾ ആദാമിനുണ്ടാകുന്ന മക്കളെക്കുറിച്ച് പറയുമ്പോൾ, സേത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് നാം കാണുക, അവൻ്റെ ഛായയിൽ അവന് ഒരു മകൻ ജനിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് നാം പിന്നീട് കാണുന്നുണ്ട്, ആദത്തിൻ്റെ ഛായ. അപ്പോൾ ദൈവം നൽകിയ ആ ഛായ മനുഷ്യൻ തുടർന്നു കൊണ്ട് പോകുന്നതായിട്ടാണ് കാണുക. പിന്നീട് നാം ലൂക്കാസ് സുവിശേഷം, പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷം വളരെ കൃത്യതയോടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ മകനായ ആദാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം തൻ്റെ വംശാവലി അവസാനിപ്പിക്കുന്നത്. 3-ാം അധ്യായം 33-ാം വചനത്തിൽ നാം കാണുന്നു. അതേപോലെ 8-ാമത്തെ സങ്കീർത്തനത്തിലും ഇപ്രകാരം ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവസൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കായി നൽകപ്പെടുന്ന ശരീരവും നമുക്കായി നൽകപ്പെടുന്ന ദൈവവുമായിട്ടുള്ള ആധ്യാത്മികമായ ബന്ധവും ഈ ദൈവത്തിൻ്റെ ഛായയായിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. പിന്നീട് വചനം തുറന്നുകൊണ്ട് പോകുമ്പോൾ ദൈവം നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്
നാം പിന്നീട് കാണുക. ദൈവം നൽകുന്ന വലിയ അനുഗ്രഹം ഏതാണ്? ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു എന്നാണ് പറയുക. ഏറ്റവും ആദ്യത്തെ ക്ലാസ്സുകളിൽ നാം കണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെ ഏറ്റവും ആദ്യമായിട്ട് ജീവജാലങ്ങളെ സൃഷ്ടിച്ച് കഴിയുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. പിന്നീട് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുക മനുഷ്യനാണ്. അതിപ്രകാരമാണ് നാം കാണുക. 2-ാം അധ്യായം 28-ാം വചനത്തിൽ ദൈവം അവരിങ്ങനെ ഇപ്രകാരം അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചലിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സങ്കീർത്തനങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവം ഉയർത്തി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ എല്ലാ സൃഷ്ടികൾക്കും മകുടമായി നിലകൊള്ളുന്നു. അതാണ് ഈ വലിയ അനുഗ്രഹത്തിൽ നാം കണ്ടെത്തുക. എല്ലാത്തിൻ്റെയും മേൽ ആധിപത്യം മനുഷ്യന് ദൈവമായ കർത്താവ് നൽകുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും മുകളിൽ അവൻ ആധിപത്യം നൽകുക. അതിനാൽ ദൈവം നൽകുന്ന അല്ലെങ്കിൽ ദൈവം നടത്തുന്ന ഈ സൃഷ്ടികർമ്മം വലിയ തുറവുകളിലേക്കാണ് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുക. വളരെ പ്രത്യേകമായിട്ട് ഏറ്റവും ആദ്യം മുതൽ നാം നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം എന്ന് പറയുക ദൈവവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വലിയ ദൈവശാസ്ത്രം അവിടെ ആരംഭിക്കുന്നു. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, അതായത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ആരംഭിക്കുന്നു. അതിനുശേഷം വിവിധ ദിവസങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും അവസാനം സൃഷ്ടികർമ്മത്തിൻ്റെ സമാപനത്തിൽ 6-ാം ദിവസത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യനെ എല്ലാറ്റിൻ്റെയും അധിപനായി അവിടുന്ന് ഉയർത്തുന്നു. ദൈവത്തിൻ്റെ ഛായയിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ നാം പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ എല്ലായ്പ്പോഴും നാം കാണുക ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഛായയാണ് നൽകപ്പെട്ടിരിക്കുന്നു പറയുക. അപ്രകാരം രക്ഷണീയ കർമ്മത്തിന്, രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരാകാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം തിരികെ വിളിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പൗലോസ്ലീഹ സംസാരിക്കുന്നുണ്ട്. ഇപ്രകാരം എല്ലാ സൃഷ്ടികളുടെയും അധിപനായി ദൈവം മനുഷ്യനെ മാറ്റുന്നു എന്നുള്ളതാണ് ആ സൃഷ്ടികർമ്മത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ നാം കാണുന്ന മനോഹരമായ ഒരു കാഴ്ച. അവിടെ വീണ്ടും അനുഗ്രഹം തുടരുന്നു. അനുഗ്രഹം തുടരുന്നത് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പെറ്റുപെരുകി ദൈവത്തിൻ്റെ ഛായയുള്ള തങ്ങളുടെ പിന്തുടർച്ചക്കാർക്ക് ജന്മം കൊടുക്കാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള ഒരു ചുരുക്ക വിവരണം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ നമുക്ക് നൽകുന്ന കാഴ്ച. അടുത്തതായിട്ട് നാം പ്രവേശിക്കുമ്പോൾ വീണ്ടും ഈ ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ വിവരണം നാം വീണ്ടും 2-ാം അധ്യായം 5 മുതൽ ഏദൻ തോട്ടത്തിൻ്റെ തലക്കെട്ടോടെ POC ബൈബിള് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് സൃഷ്ടികർമ്മത്തിൻ്റെ മറ്റൊരു വിവരണം എന്ന് പറയും. രണ്ടും ഒരുപോലെ പോകുന്ന ഓരോ സൃഷ്ടികർമ്മ വിവരണമാണ്, ഒരുപോലെ പോകുന്നത്. ആയതിനാൽ തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് 2-ാം അധ്യായത്തിൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് വ്യത്യസ്തമായി 2-ാമത്തെ അധ്യായത്തിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രവിക്കാം. ആയതിനാൽ തന്നെ ഈ 1-ാമത്തെ അധ്യായത്തിലെ സൃഷ്ടികർമ്മവും 2-ാമത്തെ അധ്യായത്തിലെ സൃഷ്ടിയുടെ വിവരണവും നാം ഒന്ന് ചേർന്ന് ഒരു കമ്പാരിസൺ അടുത്ത ക്ലാസ്സിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്രലോകം എപ്രകാരമാണ് അല്ലെങ്കിൽ സിരുസഭ എപ്രകാരമാണ് ഈ സൃഷ്ടികർമ്മത്തെ പുതിയ ലോകത്തിൽ പുതിയ തലമുറയ്ക്കായി അവതരിപ്പിക്കുന്നത് എന്നും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.